കാണാൻ പാവമാണെന്ന് തോന്നുമെങ്കിലും ഒരു കാവൽ നായയെപ്പോലെ വീടിന് കാവൽ നിൽക്കാൻ ഇവരെ കഴിഞ്ഞേ ആരുമുള്ളൂ. ഇതാണ് വാത്തുകൾ അഥവാ ഗൂസ്. താറാവുകളെപ്പോലെ തോന്നിക്കുമെങ്കിലും സ്വഭാവം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും വളരെ വ്യത്യസ്തരായ പക്ഷികളാണ് വാത്തകൾ. പണ്ടുകാലം മുതൽക്കേ വീടിന് കാവൽ നിർത്താൻ നായ്ക്കളെപ്പോലെ തന്നെ വാത്തകളെയും ഉപയോഗിക്കാറുണ്ട്. അപരിചിതരെ കണ്ടാൽ ഇവർ വലിയ ശബ്ദമുണ്ടാക്കി ബഹളം വയ്ക്കും. നായ്ക്കളെപ്പോലെ ഇവരെ പരിശീലിപ്പിക്കേണ്ടി വരാറില്ല എന്നത് ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ്. വിശ്വസ്തരായ പങ്കാളികൾ. വാത്തകൾ തങ്ങളുടെ പങ്കാളിയോട് അതീവ വിശ്വസ്തത പുലർത്തുന്നു. ജീവിതകാലം മുഴുവൻ ഇവർ ഒരേ പങ്കാളിയോടൊപ്പം കഴിയുന്നു. തന്റെ പങ്കാളിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാസങ്ങളോളം ദുഃഖിച്ചിരിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. ഇത്രയും തീവ്രമായ പ്രണയം പക്ഷികളിൽ അപൂർവമാണ്. കൊക്കിനുള്ളിലെ പല്ലുകൾ. വാത്തകൾ വായ തുറക്കുമ്പോൾ കൊക്കിനുള്ളിലും നാക്കിലും പല്ലുകൾ പോലെ ചിലത് കാണാം. എന്നാൽ ഇവ യഥാർത്ഥത്തിൽ പല്ലുകളല്ല, ടോമിയ എന്ന് വിളിക്കുന്ന കടുപ്പമേറിയ ഭാഗങ്ങളാണ്. പുല്ലുകളും വേരുകളും എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ ഇത് സഹായിക്കുന്നു. ഉയരത്തിൽ പറക്കുന്നവർ. ചിലയിനം വാത്തകൾ ഹിമാലയത്തിനു മുകളിലൂടെ പറക്കാൻ കഴിവുള്ളവയാണ്. എവറസ്റ്റ് കൊടുമുടിയേക്കാൾ ഉയരത്തിൽ ഇവർ പറക്കാറുണ്ട്. കൂട്ടായ കരുതൽ. പറക്കുമ്പോൾ മുന്നിൽ പോകുന്ന പക്ഷിക്ക് തളർച്ച അനുഭവപ്പെട്ടാൽ അവർ പിന്നിലേക്ക് മാറുകയും മറ്റൊരു പക്ഷി നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യും. കൂട്ടത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റാൽ അവരെ സഹായിക്കാൻ മറ്റു 2 പക്ഷികൾ കൂടി കൂടെ നിൽക്കാറുണ്ട്. വാത്തകൾക്ക് പാമ്പിനെ പോലെ ശബ്ദമുണ്ടാക്കാൻ കഴിയും. ശത്രുക്കൾ അടുത്തേക്ക് വരുമ്പോൾ കഴുത്തു നീട്ടി പാമ്പ് ചീറ്റുന്നത് പോലെ ഇവർ ശബ്ദമുണ്ടാക്കും. ഇത് കേൾക്കുന്ന പല മൃഗങ്ങളും പാമ്പാണെന്ന് പേടിച്ച് ഓടിപ്പോകാറുണ്ട്. ഇതൊരു അസാധ്യമായ മിമിക്രി വിദ്യയാണ്. ആകാശത്തിലെ തലകീഴായി പറക്കൽ. വാത്തകൾ ആകാശത്ത് പറക്കുമ്പോൾ പെട്ടെന്ന് താഴേക്കിറങ്ങേണ്ടി വന്നാൽ വായുവിൽ വെച്ച് തലകീഴായി തിരിയാറുണ്ട്. ഇതിനെ വിഫ്ലിംഗ് എന്ന് വിളിക്കുന്നു. വിമാനം കറങ്ങുന്നത് പോലെ ശരീരം വായുവിൽ തിരിച്ചാണ് ഇവർ വേഗത കുറയ്ക്കുന്നത്. ഇത് കാണാൻ നല്ല രസമാണ്. ഉറക്കത്തിലും കണ്ണു തുറക്കുന്നവർ. കുതിരകളെപ്പോലെ തന്നെ വാത്തകൾക്കും ഒരു കണ്ണ് തുറന്നു ഉറങ്ങാൻ കഴിയും. തലച്ചോറിന്റെ ഒരു പകുതി ഉറങ്ങുമ്പോൾ മറ്റൊരു പകുതി ഉണർന്നിരിക്കും. ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയുള്ള പ്രകൃതിയുടെ ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണിത്. നമ്മുടെ നാട്ടിലെ സാധാരണ വാത്തകളല്ലെങ്കിലും വാത്തവർഗത്തിൽപ്പെട്ട ബാർ ഹെഡഡ് ഗൂസ് എവറസ്റ്റ് കൊടുമുടിക്ക് മുകളിലൂടെ പറക്കാറുണ്ട്. ഭൂമിയിൽ നിന്ന് ഏകദേശം 29,000 അടി ഉയരത്തിൽ ഓക്സിജൻ വളരെ കുറവുള്ള സ്ഥലത്ത് പോലും തളരാതെ പറക്കാൻ ഇവർക്ക് പ്രത്യേക ശ്വസന സംവിധാനമുണ്ട്. വാത്തകളുടെ ഈ സ്നേഹത്തെയും ബുദ്ധിശക്തിയെയും കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.